നമസ്കാരം. പ്രവാചക തുല്യമായ ആ വാക്കുകൾ ഇപ്പോൾ നമ്മെ വേട്ടയാടുകയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടി വൻ ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ വൈറലാവുകയാണ്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ആരാണ് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്നായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചതിനെതിരെ തനിക്ക് നേരിടേണ്ടി വന്ന വമ്പിച്ച ആക്രമണങ്ങളോടുള്ള പ്രതികരണമായി ഗാഡ്ഗിൽ അന്ന് പറഞ്ഞത്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ മനം നൊന്ത് മാധവ് ഗാഡ്ഗിൽ ഇപ്പോൾ സ്വദേശമായ പൂനെയിൽ വിശ്രമത്തിലാണ്. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കേരളത്തിലെ അനിയന്ത്രിത നിർമ്മാണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന 13 വർഷം പഴക്കമുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. 2011 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പുണ്ടായിരുന്നു. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, നൂൽപ്പുഴ, മേപ്പാടി എന്നീ മേഖലകൾ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടും. അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയുമായിരുന്നു. അനിയന്ത്രിതമായ ഭൂമി കയ്യേറ്റവും വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പ്രളയ ദുരന്തങ്ങളിലേക്ക് കേരളത്തെ തള്ളിയിട്ടതെന്ന് 2018 സെപ്റ്റംബറിൽ പൂനെയിലെ അന്താരാഷ്ട്ര സെന്ററിൽ നടന്ന ചർച്ചയിൽ ഗഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രകൃതി സംരക്ഷണവും പാരിസ്ഥിതിക സന്തുലനവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. നിലവിലുള്ള ത്രിതല പഞ്ചായത്ത് നിയമങ്ങളുടെ പിൻബലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം അന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഒടുവിൽ വെച്ച ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടും ഒന്നും കേരളം നടപ്പാക്കിയില്ല. പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന പ്രവൃത്തികൾ ചുറ്റും നിർബാധം തുടരുകയാണ്. കൃത്യമായ ഇടവേളകളിൽ നാടിനെ നടുക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും.